ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പിന്നീട് തനിക്കെതിരെ തെറ്റായ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തിയ MA ഷഹനാസിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതിയുടെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. ശേഷം ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം നമ്മുടെ KK ശൈലജയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംവദിക്കുന്നതിനിടയിൽ ഓണം അലവൻസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി KK ശൈലജ പറഞ്ഞ പരാമർശത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വിമർശനങ്ങളും കടുക്കുകയാണ്. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് എന്നാണ് ശൈലജ പറഞ്ഞത്. ഈ പരാമർശത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് കോൺഗ്രസും. ഇതിനിടെ KK ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരികയാണ്. പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുന്നുവെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് KK ശൈലജയെന്നും രാഹുൽ വിമർശിക്കുന്നു. അവർ അത് പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന MM മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശൈലജയും പറയുന്നത് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിനു മുൻപായി KK ശൈലജ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക. പണ്ട് UPA ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നമുക്ക് 60 MP മാരുണ്ടായിരുന്നു പാർലമെന്റിൽ. ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള ഗുണമാണ് തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾ പറഞ്ഞു BJP വരാതിരിക്കാൻ നിങ്ങൾക്ക് പിന്തുണ തരാം, പക്ഷേ ഒരു കരാറുണ്ട്, ഞങ്ങൾ പറയുന്ന 1-2 കാര്യങ്ങൾ നടപ്പിലാക്കണം നിർബന്ധമായിട്ടും, അല്ലേ? അപ്പോൾ അവര് പറഞ്ഞു പിന്തുണ തന്നാൽ നിങ്ങൾ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഗവൺമെന്റ് നൽകണം, കൂലി നൽകണം. തൊഴിലെടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? പണിയെടുത്തിട്ട് കാശുണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളല്ലേ? പണിയെടുക്കാതെ ആരെങ്കിലും പൈസ തന്നിട്ട് ജീവിക്കണം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. എല്ലാരും സന്നദ്ധരാ തൊഴിലെടുക്കാൻ. രാജ്യത്തെ ഗവൺമെന്റ് ആണ് നമ്മളെ സഹായിക്കേണ്ടത്. അപ്പൊ നമ്മൾ നിർബന്ധം പിടിച്ചപ്പോ 50 ജില്ലയിൽ തുടങ്ങാന്ന് പറഞ്ഞു. രാജ്യത്ത് 50 ജില്ലയിൽ തുടങ്ങിയ കേരളത്തിന് ഒരു ജില്ലയെ പോലും കിട്ടില്ല. പിന്നെയും നമ്മള് അതിശക്തമായി അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞു, അല്ലെ? BJP വരാതിരിക്കാൻ. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട്, ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇനി തൊഴിലുറപ്പിന്റെ മാത്രമല്ല, 2000 രൂപയാക്കി നമ്മുടെ പെൻഷൻ, ഇല്ലേ? പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വേറെ പെൻഷനൊന്നും കിട്ടാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് 1000 ഉറുപ്പിക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ BPL കാർഡുള്ള വീട്ടിലെ സ്ത്രീക്ക് അത് കിട്ടും, വേറെ പെൻഷനൊന്നും കിട്ടാത്തവർക്ക്. ജാതിക്കാരെയൊക്കെ മാറ്റി നിർത്തി ഉയർന്ന താഴ്ന്ന എന്ന് പറഞ്ഞ് ജാതിപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്നവരാണ് അവര്. മതപരമായ ലഹളി ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് സമാധാനമാണ് വലുത്. അതുകൊണ്ട് BJP വന്നാൽ കുഴപ്പം. ജാതി വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, നമ്മുടെ നാടിന്റെ സമ്പത്ത് വലിയ സമ്പന്നർക്ക് ഊറ്റി കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും ഇല്ലാണ്ടാക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് തരേണ്ടുന്ന കാശ് തരുന്നില്ല. നമ്മുടെ എല്ലാ നികുതി പണം അങ്ങടാ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നാലേ ഭരിക്കാൻ പറ്റൂ. അത് ഇന്ത്യന്റെ ഭാഗമല്ലേ നമ്മൾ. അത് തരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ലഹള കൂടിയിട്ടാണ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള BJP വന്നാൽ ഉള്ളതൊക്കെ ഇല്ലാതാവും. പിന്നെ പഴയ ജാതി വ്യവസ്ഥയും നമ്മളെ അടിച്ചമർത്തുന്ന അവസ്ഥയും വരും. 65 ഉറുപ്പിക നായനാർ തുടങ്ങിയിട്ട് 2000 ആക്കുമ്പോ ഒരിക്കൽ പോലും കോൺഗ്രസ്സുകാര് ആ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇനിയും സമരം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തണം. കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെ കൂടെയാണ്. നമ്മൾ ശാഠ്യം പിടിച്ച പൈസ മേടിച്ചെടുത്ത് തൊഴിലുറപ്പ് നിലനിർത്തുന്നതാണ്.
പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന കള്ളം പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാള്യതയുമില്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്കൊരു മടിയുമില്ല. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ. അതവർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ തന്നെ നോക്കൂ, കുറെ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണ് എന്ന കള്ളം പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനം അത് ഇല്ല എന്നും അതിന് കാരണം LDF സർക്കാരാണെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധതയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന MM മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത്. ഈ പെരും നുണകൾ ഈ നാട് തിരിച്ചറിയണം. നേരത്തെ ഓണത്തിനൊരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല, കേരളത്തിൽ LDF ഉള്ളത് കൊണ്ട് മാത്രമാണിത് എന്നാണ് ശൈലജ പറഞ്ഞത്. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന് എന്തിനാണ് ടീച്ചറെ മറ്റു സംസ്ഥാനങ്ങൾ അലവൻസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ നിറയുന്നത്. ഓണത്തിന് ബംഗാളും തമിഴ്നാടും അലവൻസ് കൊടുക്കണോ എന്ന ദീപാവലിക്കും ദസറയ്ക്കും LDF സർക്കാർ അലവൻസ് കൊടുക്കാറുണ്ടോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. എവിടെ നിന്നുള്ള വീഡിയോ ആണെന്നെങ്കിൽ വ്യക്തതയില്ലെങ്കിലും സോഷ്യൽ ഇടങ്ങളിൽ ചിരി നിറയ്ക്കുന്നുണ്ട് വീഡിയോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടി നേടിയെടുത്തതാണ് എന്നും ടീച്ചർ പറയുന്നുണ്ട്. ഇടത് ഹാൻഡിലുകളിൽ നിന്ന് വന്ന പോസ്റ്റുകളിൽ നിന്ന് വീഡിയോ അടർത്തിയെടുത്ത രാഷ്ട്രീയ എതിരാളികളാണ് ട്രോൾ പൂരത്തിന് വഴിവെച്ച പോസ്റ്റുകൾ ഇട്ടത് എന്ന ഒരു വിമർശനവുമുണ്ട്. എന്തായാലും രാഹുൽ കൃത്യമായും, അതായത് കുറച്ച് നാളിന് ശേഷം ഫോമിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ കാര്യത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവും എടുക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാഹുൽ എടുത്തിരിക്കുകയാണ്. ശൈലജയെ നേരത്തെയും ഇതുപോലെ തന്നെ KK ശൈലജ ടീച്ചറിനെ ഇതുപോലെ രൂക്ഷമായ ഭാഷയിൽ മറ്റാരും വിമർശിക്കാതിരുന്നപ്പോൾ രാഹുൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോസ്റ്റിന് താഴെ സാധാരണഗതിയിൽ രാഹുലിന് പിന്തുണ ലഭിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പിന്തുണ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. ഇനി AM ഷഹനാസിലേക്ക് വരാം. AM ഷഹനാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ AM ഷഹനാസ് വ്യാജ ID കാർഡ്, പാസ്പോർട്ടിൽ മറ്റൊരു പേരും എന്നാൽ ആധാർ കാർഡിൽ മറ്റൊരു പേരും എന്ന് പറഞ്ഞ് വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വിമർശനമുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റാരോ എഴുതിയ കടിച്ചാൽ പൊട്ടാത്ത ചില വാക്കുകളുടെ ചില സാഹിത്യപരമായ ചില പോസ്റ്റുകൾ ഷഹനാസ് അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ശക്തമായി വീണ്ടും പ്രതികരിച്ചുകൊണ്ട് വരികയാണ്.